എല്ലാവരും ഏതൊരു ആർട്ടിസ്റ്റും കൊതിക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയില്ലേ. കാരണം ഉണ്ണിയുടെ ഒരു ചെറുകഥ വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു മാച്ചോ ക്യാരക്ടർ എന്ന് പറയും. ഞാൻ ഈ കഥ വായിച്ചിട്ടുണ്ട്. ഞാൻ 4-5 വർഷം മുമ്പ് ഈ കഥ വായിച്ചിട്ടുണ്ട്. പിന്നെ രഞ്ജിയേട്ടൻ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വായിച്ചു. അപ്പോൾ ഈ വായിച്ചു കേട്ട എല്ലാവരും അവരവരുടെ രീതിയിൽ ഈ സിനിമ മനസ്സിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഈ ലീല എല്ലാ വായിച്ച ആൾക്കാർ അവരവരുടെ രീതിയിൽ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഈ സിനിമ. ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും അങ്ങനെ ഒരുപാട് പേർ ചെയ്യേണ്ട സിനിമയായിരുന്നു ഇത്. പക്ഷേ ലക്ലി ലാസ്റ്റ് അടിക്കാണ് അതിൻ്റെ ഒരു നറുക്ക് വീണതെന്ന് പറയില്ലേ വന്നു. തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. പിന്നെ ഇത്രയും അക്ലൈംഡ് ആയിട്ട് എല്ലാവരും സംസാരിച്ച കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമയാണ്. എൻ്റെ ഭാഗവാൻ സാധിച്ചു. നമ്മുടെ സൈഡിൽ നിന്ന് 100% സിൻസിയറിറ്റി ഉണ്ടായിരുന്നു ഈ സിനിമ ചെയ്യുമ്പോൾ. പിന്നെ ചേട്ടൻ ഫസ്റ്റ് പറഞ്ഞ വാക്കിൽ നമുക്ക് വെള്ളം ചേർക്കണ്ട, ഉണ്ണിയുടെ ചെറുകഥ വളരെ സിൻസിയറായിട്ട് നമുക്ക് ചെയ്യാം, അതെന്തും ആവട്ടെ, ഇത്രയും സിൻസിയറായിട്ട് ചെയ്യാമെന്ന് പറയുന്നു. ഉണ്ണീനാണ് എൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, കാരണം കാസ്റ്റിംഗ് പോലും അതുപോലെ ആയിരുന്നു. ഒരു സീനോ 2 സീനുള്ള എല്ലാം പോലും എല്ലാ ആൾക്കാരെയും വിളിക്കുന്നു, അവരവരുടെ വാല്യൂ നോക്കാതെ ആൾക്കാരെ വിളിക്കുന്നു, അവരെല്ലാം ചെയ്യാൻ തയ്യാറാവുന്നു. കാരണം ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവാൻ എല്ലാവരും തയ്യാറാവുക എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും തയ്യാറായി. സിനിമകൾ വളരെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു. നമ്മുടെ ഭാഗത്ത് നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. തിയേറ്ററിലെത്തി. ആൾക്കാർ തരുന്നൊരു പ്രതികരണം എന്ന് പറയും, നമ്മുടെ ഒരു എഫേർട്ടിനെ വാല്യൂ ചെയ്യാന്ന് പറയില്ല. കാരണം ഇങ്ങനത്തെ ഒരു സിനിമ ഒരുപാട് കോൺട്രവേഴ്സി പോയി. എന്നാലും തീർച്ചയായിട്ടും എൻ്റെ ഒരു ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ സംയുക്ത കഥ വായിച്ചതിന് ശേഷം ഞാൻ സിനിമ ചെയ്യണം, തീർച്ചയായിട്ടും ബിജു ചെയ്യണം, ബിജു ഇങ്ങനത്തെ ഒരു സിനിമ തീർച്ചയായിട്ടും ചെയ്യണം, ഞാൻ ചെയ്യാൻ തയ്യാറായി. സിനിമ കണ്ടിട്ട് സംയുക്ത എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ എം സോ പ്രൗഡ് ഓഫ് യു. എൻ്റെ വൈഫ് എനിക്ക് അന്നേരം കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ അവൾ പൂഴ്ത്തി പറയേണ്ട കാര്യമില്ല. അവൾ ഐ എം സോ പ്രൗഡ് ഓഫ് യു. അവൾ രഞ്ജിത്തേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, രഞ്ജിത്തേട്ട എനിക്ക് ഈ സിനിമ കണ്ടു, ഞാൻ ആദ്യം വളരെ എൻജോയ് ചെയ്തു. ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് പോർഷൻ ആയപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടിയിട്ടിരിക്കാൻ പറ്റിയില്ല. അതുപോലെ ഒരു ഫീലുണ്ടായിരുന്നു ഫിലിമിൽ. പിന്നെ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഒരുപാട് വേറൊരു തലത്തിലേക്ക് എത്തിച്ചു എന്ന് സംയുക്ത പറഞ്ഞു. അതൊരു കോംപ്ലിമെൻ്റ് എന്തും ആയിക്കോട്ടെ. പക്ഷേ ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ ഫീൽ ചെയ്യുന്നത് നമുക്കൊരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ ഒരു ബെറ്റർ ഇതിലേക്ക് മാറണം എന്ന് പറയില്ല. ആർട്ടിസ്റ്റ് നമ്മൾ കൊതിക്കുന്ന ക്യാരക്ടർ, ഏതൊരു ആർട്ടിസ്റ്റും കൊതിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ കുട്ടിയപ്പൻ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ സാധിച്ചു. അതിനുള്ളൊരു സ്പേസ് രഞ്ജിത്ത് തന്നു, ഉണ്ണി തന്നു, എൻ്റെ ക്രൂ തന്നു. ആൾക്കാർ, കാണുന്ന ആൾക്കാർ, ഇത് വായിച്ച ആൾക്കാരും വായിക്കാത്ത ആൾക്കാരും തരുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇത്തരം സിനിമകൾ മലയാളത്തിൽ വരണം, തീർച്ചയായിട്ടും ആൾക്കാർ കാണണം. ആ ഒരു ആൾക്കാരുടെ എനർജിയാണ് നമ്മൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞില്ല. ആ രീതിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ കണ്ടവരോട് ഒരുപാട് സന്തോഷമുണ്ട്. അത് നമുക്കറിയില്ല. കാരണം നമുക്ക് വരുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വരുന്ന കഥാപാത്രങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അത് ചിലപ്പോൾ നല്ല, അതൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സോക്കോൾ സമയമായിരിക്കാം, നമുക്ക് വരേണ്ട സമയത്ത് വരിക എന്ന് പറയില്ല. അപ്പോൾ ലക്കിലി ഇതിപ്പോൾ ഒരുപാട് പേർ ചെയ്യേണ്ടതും ഒരുപാട് പേര് വെച്ച് ആലോചിച്ച സിനിമയുമാണ്. പക്ഷേ ലക്കിലി ഇതെനിക്ക് വരുന്നു. പിന്നെ ഇത് വർക്ക് ചെയ്യാനുള്ളൊരു ആംബിയൻസ് ഉണ്ടാകുന്നു, ഒരുപാട് നല്ല ഡിസ്കഷൻസ് ഉണ്ടാകുന്നു. ഈ ഞാൻ കുട്ടിയപ്പൻ എന്ന ക്യാരക്ടറിനെ എനിക്ക് ഉണ്ണി അതുപോലെ എനിക്ക് ഫീഡ് ചെയ്ത് തന്നിരുന്നുണ്ട്. ഇതാണ് കുട്ടിയപ്പൻ. കാരണം കുട്ടിയപ്പനെ ഉണ്ണിക്ക് അറിയാവുന്നൊരു കഥാപാത്രമാണ്. അയാൾ ഇങ്ങനെയാണ് അയാളുടെ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്നു. ഇങ്ങനത്തെ ഫ്രണ്ട്ലി ഡിസ്കഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ എല്ലാവർക്കും വളരെ ഇതായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എല്ലാ കഥാപാത്രങ്ങളും ഞാൻ പറഞ്ഞു, ഓരോ കഥാപാത്രങ്ങളും കാസ്റ്റിംഗ് വൈസ്, ഇപ്പോൾ ജഗദീഷ് ചേട്ടനാണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും, ആരും പെരുവിട്ട് പറഞ്ഞില്ല, എല്ലാവരും ഡിഫറെൻറ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവരും അവരുടെ ഔട്ട്പുട്ട് വളരെ മനോഹരമായിട്ട് കൊടുക്കാനും പറ്റിയതല്ല. അപ്പം അങ്ങനെ സ്പേസ് നമുക്ക് എല്ലാവർക്കും ഈ സിനിമയിൽ കിട്ടി. ഇപ്പോൾ കുട്ടിയപ്പൻ എൻ്റെ കഥാപാത്രം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നില്ല. ഞാൻ രഞ്ജിയേട്ടനോട് ചോദിച്ചാൽ സ്ക്രിപ്റ്റ് വായിച്ചോട്ടെ, ഫുൾ വായിച്ചോട്ടെ, നീ വായിക്കണ്ട, നീ ഞാൻ പറയാൻ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് എക്സിക്യൂട്ടീവ് ഒരു സ്പേസ് തന്നു എന്ന് പറഞ്ഞില്ലേ. തുടക്കം തൊട്ട് ഇങ്ങനെ തുടങ്ങി ഞാൻ ചോദിച്ചു, ഇതാണ് വാക്കി, ഇതാണ് കുട്ടിയപ്പൻ ഉറപ്പിച്ചു പറഞ്ഞു. ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയില്ല ഏത് ലൈനിലേക്ക് ഇത് പോകുമെന്ന് നമുക്കറിയില്ല. നമ്മൾ വായിച്ചു, ആ തന്ന സീൻ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടേട്ടാന്ന് വെച്ചു. ഓക്കെ, ചേട്ടൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് നമ്മൾ സീൻ തുടങ്ങി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു ഡൗട്ടുണ്ട് ഇത് വർക്കൗട്ട് ആവില്ല. കാരണം ഒരുപാട് പേര് വായിച്ചിട്ടുള്ള കഥയാണത്. ആൾക്കാരെല്ലാം മനസ്സിൽ കണ്ടു. അപ്പോൾ ഇതാണോ കുട്ടിയപ്പൻ എന്നുള്ളത്. ഞാൻ ഒരു കുട്ടിയപ്പനെ കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് കുട്ടിയപ്പൻ എന്ന് ചോദിച്ചു പറഞ്ഞു. ഇത് തന്നെയാണ് കുട്ടിയപ്പൻ. രണ്ടുപേരും ഒരുമിച്ച് പറയുന്നു.
ആ ഒരു എനർജിയിൽ പിന്നെ നമ്മളങ്ങോട്ട് ചെയ്യാന്ന് പറയില്ലേ. പക്ഷേ അതാണ് കുട്ടിയപ്പൻ എന്നിപ്പോൾ എല്ലാവരും പറയുന്നു. അതിലൊരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞല്ലോ, ആർട്ടിസ്റ്റ് ഇതിൽ നമ്മളറിയാതെ സംഭവിച്ചു പോകുന്ന ഒരുപാട് ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വളരെ കൂൾ ആൻഡ് കംഫർട്ടബിൾ ഒരു സോൺ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഏതൊരു ആർട്ടിസ്റ്റിനും വളരെ കംഫർട്ടായിട്ട് വളരെ അവരുടെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. ആ ഒരു കംഫർട്ട് സോൺ നമുക്ക് തന്നു എന്ന് പറയില്ലേ ഈ മൂവിയിൽ. കാരണം അവർ തറവാണ്, അവർ വാച്ച് ചെയ്തോണ്ട് കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത് പറയുള്ളൂ. അപ്പോൾ എല്ലാവരും വളരെ എൻജോയ് ചെയ്തു, ഞാനും എൻജോയ് ചെയ്തു. പിന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല കഥാപാത്രമാണ് കുട്ടിയപ്പൻ. ആൻഡ് സോ ഹാപ്പി. ആൾക്കാരുടെ റെസ്പോൺസിന് ഒരുപാട് ഹാപ്പി.